ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാ? അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെല്ലാം കൂടി വട്ടം പിടിച്ച സമയത്ത് പെടലിയിൽ, കാരണം സാധാരണക്കാരായ ആരും അവരുടെ അടുത്തേക്ക് വരുന്ന വീഡിയോയിൽ കാണുന്നില്ല. എന്തായാലും പിന്നീട് കാണുന്നത് ICUവിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയെയാണ്. അപ്പോൾ പെടലിക്ക് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പ്രധാനമായ ആവശ്യം നല്ല വിശ്രമമാണ്. പരമാവധി ആ സ്ഥലത്ത് നമ്മൾ തടകാനോ തിരുമാനോ നിൽക്കാതിരിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സെൽഫ് ക്യൂറിങ് മെക്കാനിസം എന്നൊരു മെക്കാനിസം സൃഷ്ടാവ് ശരീരത്തിൽ തന്നിട്ടുണ്ട്. ഈ സുരക്ഷയുടെ ഇടയിൽ ചിലപ്പോൾ പറ്റിയതായിരിക്കാം. അപ്പോൾ തട്ടോ മുട്ടോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞരമ്പ് എന്തെങ്കിലും സ്ട്രെയിൻ ആകാനോ അല്ലെങ്കിൽ കംപ്രസ് ആകാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തട്ടിൻ്റെ ആഘാതത്തിനനുസരിച്ച് നീര് വരാൻ സാധ്യതയുണ്ട്. ആ നീര് എന്നുള്ളതും പേടിക്കാനൊന്നുമില്ല. ഇതൊരു ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്. നല്ല പെയിൻ ഉണ്ടാവും, എന്തായാലും വിശ്രമം നന്നായിട്ട് ആവശ്യമുണ്ടാകും. പരമാവധി ആഹാരം കുറയ്ക്കുക. വിശപ്പ് വളരെ കുറവായിരിക്കും, വിശപ്പ് വന്നിട്ട് മാത്രം ആഹാരം കഴിക്കുക. അതുപോലെ ദാഹം കുറവായിരിക്കും, ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. കൂടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ പരിചരിച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊരു സ്ത്രീയാണ്. അന്ന് മുമ്പൊരു ഇൻസിഡൻറ്റിലും ആരോഗ്യവകുപ്പ് മന്ത്രി ആകെ സ്ട്രെയിനായിട്ട് ബോധരഹിതയായി പോയൊരു കണ്ടീഷൻ ഉണ്ടായി. അതുകൊണ്ട് ചുറ്റുപാടുള്ളവർ ഭയപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദയവായി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ചാനലുകളിലും മറ്റുമൊക്കെ അതിനെ ഭീകരവൽക്കരിക്കുമ്പോൾ മന്ത്രിക്ക് തന്നെ ചിലപ്പോൾ അത് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെ ഭയപ്പെടുത്താതിരിക്കുക, നിസ്സാരമാണെന്ന് തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കുക. കുട്ടികളൊക്കെ വീഴുന്ന സമയത്ത് കൂടെ ഉള്ളവർ ഭയപ്പെടുത്തിയാൽ അവർ കൂടുതൽ ഭയപ്പെടുകയും കരയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുപോലെയാണ് മുതിർന്നവർക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ആ ഫോൺ ചെയ്യുന്ന സമയത്ത് എന്തോ പെടലിക്ക് തടകുന്നുണ്ട്, എന്തെങ്കിലും ആഘാതം പറ്റിയിട്ടുണ്ടാകാം. എന്തായാലും വിശ്രമവും മനസ്സമാധാനവുമാണ് ആവശ്യം. അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിനൊരു ഭീകരവൽക്കരിച്ച് പ്രയാസപ്പെടുത്താതെ എല്ലാ മലയാളികളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം അറിയിക്കുകയാണ്. ആർക്കും ഇതുപോലെ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അങ്ങനെ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കയ്യോ മറ്റോ ഒക്കെ തട്ടിയിട്ട് നീര് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശ്രമം ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ആ ചിട്ടകൾ നന്നായിട്ട് പാലിച്ചാൽ തന്നെ ഒരു മരുന്ന് ഉപയോഗിക്കാതെ പലപ്പോഴും ഇത്തരം അസ്വസ്ഥതകൾ സുഖമാകാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു.